ഖാരിഫ് വിളകളെ പാട്ടിലൂടെ. കരിമ്പ്, ജോവർ, റാഗി, ബജ്റ, എള്ള്, നിലക്കടല, നെല്ല്, ചോളം, പരുത്തി, ചണം ഖാരിഫ് വിളയാ. കരിമ്പ്, ജോവർ, റാഗി, ബജ്റ, എള്ള്, നിലക്കടല, നെല്ല്, ചോളം, പരുത്തി, ചണം ഖാരിഫ് വിളയാ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പ്ലേലിസ്റ്റിൻ്റെ ഒത്തിരി പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. PSC കോഡ് പാട്ടുകൾ പോയി കാണുക. കേരളത്തിൻ്റെ ചുരങ്ങൾ, ഇന്ത്യയിലെ ചുരങ്ങൾ, അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പോയി നോക്കുക കേട്ടോ. ഓക്കെ, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെസ്റ്റ് പേപ്പറാണ്. ടെസ്റ്റ് പേപ്പറിൻ്റെ വിഷയം എന്താണ്? ശബ്ദവും പ്രകാശവും. അതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 25 ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ 25ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ തന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. PSCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ, ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, എന്ത് കാര്യം വന്നാലും നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, പേപ്പറും പേനൊക്കെ എടുത്ത് വെച്ചോ? എടുത്ത് വെച്ചെങ്കിൽ എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയും, പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോവില്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. മനുഷ്യൻ്റെ ശ്രവണ പരിധി. ക്വസ്റ്റ്യൻ നമ്പർ 1, മനുഷ്യൻ്റെ ശ്രവണ പരിധി. മനുഷ്യൻ്റെ ശ്രവണ പരിധി. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശവേഗത ആദ്യമായി അളന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശവേഗത ആദ്യമായി അളന്നത്. നാലാമത്തത്, പ്രകാശവേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? പ്രകാശവേഗത ഏറ്റവും കൂടുതൽ, പ്രകാശത്തിൻ്റെ വേഗത കൂടുതൽ എവിടാന്ന് എഴുതുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? 6, ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത. ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം. ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം. ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? എത്ര ഡെസിബലിന് മുകളിലാണ്? 9, കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഏത് ലെൻസ്? 11, ദർപ്പണങ്ങളുടെ പിന്നിൽ പൂശുന്ന സംയുക്തം. ദർപ്പണങ്ങളുടെ പിന്നിൽ പൂശുന്ന സംയുക്തം ഏത്? കണ്ണാടികളുടെ പുറകിൽ ദർപ്പണങ്ങളുടെ പിന്നിൽ പൂശുന്ന സംയുക്തം ഏതാണ്? എഴുതിയോ? വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത എത്ര? 12 വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത എത്ര? 13ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ കൂർമ്മതയുടെ അളവാണ് എന്ത്? ശബ്ദത്തിൻ്റെ കൂർമ്മതയുടെ അളവിനെ എന്തു പറയാം? ശബ്ദത്തിൻ്റെ കൂർമ്മതയുടെ അളവ്. 13ാമത്തെ ക്വസ്റ്റ്യൻ,
14. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം ഏത് പേരിൽ അറിയപ്പെടും? മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം ഏതു പേരിൽ അറിയപ്പെടും? മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഏതെഴുതിയാലും ആൻസർ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. 15. ശബ്ദപഠനം. ശബ്ദപഠനം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ശബ്ദപഠനം. ശബ്ദപഠനം. അടുത്തത് CD-യിലെ കോമ്പാക്ട് ഡിസ്ക് അല്ലേ, CD-യിലെ വർണ്ണരാജിക്ക് കാരണം. CD-യിലെ വർണ്ണരാജിക്ക് കാരണം 16ാമത്തെ ക്വസ്റ്റ്യൻ. CD-യിലെ വർണ്ണരാജിക്ക് കാരണം. 17ാമത്തെ ക്വസ്റ്റ്യൻ. സോപ്പ് കുമിളകളിലെയും എണ്ണപ്പാടകളിലെയും വർണ്ണരാജിക്ക് കാരണം എന്താണ്? സോപ്പ് കുമിള, എണ്ണ നിലത്ത് വീഴത്തില്ലേ, അല്ലെങ്കിൽ വെള്ളത്തിൽ എണ്ണ വീണാലും ഇത് കാണാം. അപ്പോൾ സോപ്പ് കുമിളയിലെയും എണ്ണപ്പാടകളിലെയും വർണ്ണരാജിക്ക് കാരണം എന്താണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ത്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം. 19. ഒരു മഞ്ഞ പൂവ് ചുവന്ന പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണും? ഒരു മഞ്ഞ കളറുള്ള പൂവ് ചുവന്ന പ്രകാശത്തിൽ നോക്കിയാൽ ഏത് കളറായിരിക്കും? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു മഞ്ഞ പൂവ് ചുവന്ന പ്രകാശത്തിൽ നോക്കുമ്പോൾ എന്ത് നിറത്തിലാണ് കാണുന്നത്? ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പച്ച വസ്തുവിനെ ചുവന്ന ഗ്ലാസ് പേപ്പറിലൂടെ നോക്കിയാൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഒരു പച്ച വസ്തുവിനെ ചുവന്ന ഗ്ലാസ് പേപ്പറിലൂടെ നോക്കിയാൽ അത് ഏത് നിറത്തിൽ കാണപ്പെടും? ആദ്യം ഒരു മഞ്ഞപ്പൂവാണ് പറഞ്ഞത്. 19, 20 ആയി. 21ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. മരീചികയ്ക്ക് കാരണം എന്താ? മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്ന സ്ഥലത്ത് ഇവിടെ നല്ല വെയിലത്ത് പോവുകയാണെങ്കിൽ ദൂരെ നമുക്ക് വെള്ളം പോലൊക്കെ കാണാൻ പറ്റും. അതാണ് മരീചിക. മരീചികയ്ക്ക് കാരണം എന്താ? മരീചികയ്ക്ക് കാരണം എന്താണ്? 22ാമത്തെ ക്വസ്റ്റ്യൻ. ആകാശനീലിമയ്ക്കും സമുദ്രനീലിമയ്ക്കും കാരണം. ആകാശനീലിമയ്ക്കും സമുദ്രനീലിമയ്ക്കും കാരണമായ പ്രതിഭാസം, പ്രകാശ പ്രതിഭാസം ഏത്? ആകാശനീലിമയ്ക്കും സമുദ്രനീലിമയ്ക്കും കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം. 23. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം. 24. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം. മഴവില്ലിന് കാരണം. 24. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള വർണ്ണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള വർണ്ണം ഏതാണ്? എഴുതിയോ? 25 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയോ? ഓക്കെ, നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. ഒന്നാമത്തെ എന്താ ഞാൻ പറഞ്ഞേ? മനുഷ്യൻ്റെ ശ്രവണ പരിധി. ഇതാണെങ്കിൽ ആൻസർ കൊടുത്തോ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ എഴുതിയെങ്കിൽ മാർക്ക് കൊടുക്കാം. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ആൻസർ കൊടുക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശ വേഗത ആദ്യമായി അളന്നത് റോമർ. 3ാമത്തെ ആൻസർ റോമർ. 4ാമത്തെ ആൻസർ. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിലാണ്? ശൂന്യത. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിൽ? ശൂന്യത. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ശബ്ദോർജം എന്ത് ചെയ്യും? ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. അതിന് ആൻസർ കൊടുക്കാം. 5ാമത്തത് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. 6. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത
കൂടുന്നു. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത കൂടുന്നു. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത കൂടുന്നു. 7 ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം. ശബ്ദവേഗത കുറഞ്ഞ മാധ്യമം എന്താ? വാതകങ്ങൾ. ശബ്ദവേഗത കുറഞ്ഞ മാധ്യമമാണ് വാതകങ്ങൾ. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കുന്നത് എത്ര ഡെസിബലിന് മുകളിലാണ്? 90 ഡെസിബൽ മുകളിലാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ആൻസർ കൊടുക്കാം. 90 ഡെസിബലിന് മുകളിൽ. 90 ഡെസിബലിന് മുകളിലാണ് 8ാമത്തെ ആൻസർ എന്ന് പറയുന്നത്. 9ാമത്തെ ആൻസർ 9ാമത്തത് 120 ഡെസിബലിന് മുകളിൽ. 120 ഡെസിബലിന് മുകളിൽ, അതായത് കേൾവി തകരാറുണ്ടാക്കുന്ന ശബ്ദം. കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിൽ. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിഷമദൃഷ്ടി പരിഹരിക്കാൻ. അതെല്ലാവർക്കും ശരിയായിരിക്കും അല്ലേ? 10ാമത്തെ സിലിണ്ട്രിക്കൽ ലെൻസ് എന്താണ് കേട്ടോ? സിലിണ്ട്രിക്കൽ ലെൻസാണ്. ദർപ്പണങ്ങളുടെ പിന്നിൽ, കണ്ണാടിക്ക് പിന്നിൽ ഉപയോഗിക്കുന്ന സംയുക്തം. ദർപ്പണങ്ങളുടെ പിന്നിൽ പൂശുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം. 11ാമത്തെ ആൻസർ അതാണ്. 11 ടിൻ അമാൽഗം. 12ന്റെ ആൻസർ വായുവിലെ ശബ്ദവേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിലെ ശബ്ദവേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. ശബ്ദത്തിൻ്റെ കൂർമ്മതയുടെ അളവാണ് സ്ഥായി. നമ്മൾ പറയത്തില്ലേ പിച്ച് കൂടുതലാന്നൊക്കെ പറയത്തില്ലേ? ശബ്ദത്തിൻ്റെ കൂർമ്മതയുടെ അളവാണ് എന്ത്? സ്ഥായി എന്ന് പറയുന്നത്, അല്ലെ പിച്ച് എന്ന് പറയുന്നത്. ഇത് എത്രാമത്തെയായിരുന്നു? 13ാമത്തെ. 13. ഓക്കെ. 14ാമത്തെ ആൻസർ 14 എന്താണെന്നറിയാമോ? ലാറിങ്സ് എന്ന് പറയും നമ്മൾ. അതായത് എന്നാ ലാറിങ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗമാണ് ലാറിങ്സ്, അല്ലെങ്കിൽ സ്വനപേടകം. ഓക്കെ. ഇനി 15ാമത്തത് ശബ്ദപഠനം, അക്കൗസ്റ്റിക്സ് ആണ്. 15ാമത്തെ ആൻസർ അക്കൗസ്റ്റിക്സ്, ശബ്ദപഠനം. അക്കൗസ്റ്റിക്സ് ആണ്, ശബ്ദപഠനം, അക്കൗസ്റ്റിക്സ്. ഓക്കെ അല്ലേ? ഇത്രയും ടിക്കിട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കേ, ആൻസർ ടിക്ക് ചെയ്തേ. CD-യിലെ വർണ്ണരാജിക്ക് കാരണം ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം. വിഭംഗനം എന്നുള്ള വാക്ക് എഴുതിയാലും ശരിയാണ്. ഇംഗ്ലീഷിൽ ഡിഫ്രാക്ഷൻ. CD-യിലെ വർണ്ണരാജിക്ക് കാരണം ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം. അപഭംഗമെന്നും പറയും കേട്ടോ. അപഭംഗം അല്ലെങ്കിൽ വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ. ഓക്കെ. 16. 17ാമത്തത് സോപ്പ് കുമിള എണ്ണപ്പാടയിലെ വർണ്ണരാജിക്ക് കാരണം എന്താണ്? പറഞ്ഞോ. എന്താ അത്? സോപ്പ് കുമിളയിലെയും എണ്ണപ്പാടകളിലെയും വർണ്ണരാജി ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം. മലയാളം വ്യതികരണം. ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം. സോപ്പ് കുമിളയിലെയും എണ്ണപ്പാടകളിലെയും വർണ്ണരാജിക്ക് കാരണം ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം. 18ന്റെ ആൻസർ എന്താണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എല്ലാവർക്കും അറിയായിരിക്കും, പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. 18ന്റെ ആൻസർ പൂർണ്ണാന്തര പ്രതിഫലനം. 19 ഒരു മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ചുവന്ന നിറത്തിൽ തന്നെ കാണും. ചുവന്ന നിറം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു പച്ച വസ്തു ചുവന്ന ഗ്ലാസ് പേപ്പറിലൂടെ നോക്കിയാൽ കറുപ്പ് നിറത്തിൽ കാണും. പച്ച വസ്തു ചുവന്ന ഗ്ലാസ് പേപ്പറിലൂടെ നോക്കിയാൽ കറുപ്പ്. അപ്പം 19ന്റെ ആൻസർ ചുവപ്പ്, 20ന്റെ ആൻസർ കറുപ്പ്. ഓക്കെ. 21 മരീചികയ്ക്ക് കാരണം അപവർത്തനം. ഇനി ഓപ്ഷനിൽ അപവർത്തനം ഇല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനവും എഴുതാം.
കേട്ടോ. ഓപ്ഷനിൽ പൂർണ്ണാന്തര പ്രതിഫലനം തന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപവർത്തനം കാണരുത്. മരീചികയ്ക്ക് കാരണം അപവർത്തനം. ഓപ്ഷനിൽ അപവർത്തനമില്ല, പൂർണ്ണാന്തര പ്രതിഫലനം വന്നു എങ്കിൽ നമുക്കതും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എത്രാമത്തെയായിരുന്നു? 21ാമത്തേൻ്റെ അപവർത്തനം അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം. 22 ആകാശ നീലിമയ്ക്കും സമുദ്ര നീലിമയ്ക്കും കാരണം വിസരണമാണ്. സ്കാറ്ററിങ് വിസരണം. ആകാശ നീലിമയ്ക്ക് കാരണമായ പ്രതിഭാസമാണ് വിസരണം എന്ന് കണ്ടുപിടിച്ചത് റായിലി പ്രഭുവാണ്. സമുദ്രത്തിൻ്റെ നീലിമയ്ക്ക് കാരണം വിസരണമാണെന്ന് കണ്ടെത്തിയത് CV രാമൻ. അതാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. 1928 ഫെബ്രുവരി 28 അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിന് നോബൽ സമ്മാനം കിട്ടി 1930. നമുക്കറിയാമല്ലോ പോയിൻ്റൊക്കെ. അപ്പോൾ ആകാശ നീലിമയ്ക്കും സമുദ്ര നീലിമയ്ക്കും കാരണം വിസരണമാണ്. 22ാമത്തെ അവിടെ പറഞ്ഞത്. ഇനി നക്ഷത്രങ്ങളില്ലേ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ റിഫ്രാക്ഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ. മഴവില്ലിന് കാരണം പ്രകീർണനം എഴുതിയാൽ മാർക്ക് കൊടുക്കാം. പ്രകീർണനം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള വർണ്ണമാണ് ചുവപ്പ്. തരംഗദൈർഘ്യം കൂടുതലുള്ള വർണ്ണമാണ് ചുവപ്പ്. 25 ആൻസറും കിട്ടിയല്ലോ, എഴുതിയ എല്ലാവരും. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. എന്തായാലും നിങ്ങളിത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവരെന്ത് ചെയ്യുക? തെറ്റിപ്പോയത് എഴുതി വെക്കുക, എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെ വെച്ച് ഈ രീതിയിൽ ഞാനൊരു 25 ക്വസ്റ്റ്യൻ്റെ ഇടുന്നതായിരിക്കും. പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. തുടർ ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്